ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് +2 മാത്തമാറ്റിക്സിന്റെ റാപ്പിഡ് റിവിഷനിലേക്ക് ദർശന അക്കാഡമിയുടെ +2 മാത്തമാറ്റിക്സിന്റെ റാപ്പിഡ് റിവിഷനിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ +2 ബോർഡ് എക്സാം നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണം, ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യണം, കോൺസെപ്റ്റുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദർശന അക്കാഡമി ഒരുക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ +2വിൻ്റെ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു 5 ചാപ്റ്റേഴ്സിലേക്കാണ് പോവുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് നോക്കാം. റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആൻഡ് പ്രോബബിലിറ്റി. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, 5 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ വെറുതെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞ് ഇവരെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. നോക്കിയേ, ഈ സൈഡിൽ ഇതിൻ്റെ ഒരു സ്കോർ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെയുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ബോർഡ് എക്സാമുകളിലെല്ലാം ചോദിച്ചിട്ടുള്ള എക്സാമിൻ്റെ വെയിറ്റേജ് വെച്ചിട്ട് നമ്മുടെ ഒരു സ്കോർ അനാലിസിസ് ആണ് ഈ കൊടുത്തിരിക്കുക. നോക്കിയേ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നോക്കിയാൽ ഏറ്റവും മുകളിൽ 6 മാർക്കിൻ്റെ ചോദ്യം ഒരു ആവറേജ് ആയിട്ട് ചോദിക്കുക. മുൻ വർഷങ്ങളിൽ ഒരു 5-6 വർഷങ്ങളായിട്ട് ചോദിച്ചിരിക്കുക. കഴിഞ്ഞ ഇൻക്ലൂഡിങ് 2024 എന്താണ് 24 അടക്കം ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഇല്ലെങ്കിൽ ആവറേജ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്നുള്ള മാർക്കാണ് ഈ 6 മാർക്സ്. ഇപ്പോൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നോക്കുകയാണെങ്കിൽ 10 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് 6 മാർക്കിൻ്റെ ഇല്ലെങ്കിൽ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ല ഡി പാർട്ടിലായിട്ട് ചോദിക്കുന്നതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് LPP. അതുപോലെ തന്നെ പ്രോബബിലിറ്റി പല രീതിയിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. മൊത്തം കൂടി ഏതാ 6 + 4 + 6 + 6 + 4 26 മാർക്കിൻ്റെ ഉള്ള ഏറ്റവും കുറച്ചതാണ് കേട്ടോ. ഏറ്റവും കുറവായിട്ടാണ് ഈ ആവറേജ് കൂടി, ഏറ്റവും ആവറേജ് ആയിട്ടാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലും കൂടുതലായിട്ടാണ് മിക്കവാറും ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് ഇത്രയും മാർക്കിനുള്ള ചോദ്യങ്ങളെല്ലാം ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഓർക്കുക, സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല. ഇതിൽ നിന്ന് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സും കൂടിയാണ്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കീ കോൺസെപ്റ്റുകളായിട്ട് നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന 5 പോയിന്റ്സ് ആണ്. 5 പോയിന്റ്സ്. അതിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ തുടങ്ങുന്ന ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇക്വലൻസ് റിലേഷൻ ഉണ്ട്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 5 പോയിന്റ്സ് ആണ്. അപ്പോൾ 4 പോയിന്റ്സ് എന്ന് പറയേണ്ട, ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കിലുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു പോയതാണ് ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാനുള്ളതായിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ, ചെറിയ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന ഇക്വലൻസ് റിലേഷനും അതുപോലെ തന്നെ ബൈജക്റ്റീവ് ആൻഡ് കോമ്പോസിറ്റ് ഫംഗ്ഷനുമാണ്. അപ്പോൾ ഈ 3 ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രോബ്ലംസ് നമുക്ക് മാക്സിമം ചെയ്യാം. ഓക്കെ, അതും പ്രീവിയസ് ഇയർ ആണ് കേട്ടോ, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഡൊമൈൻ ആൻഡ് റേഞ്ചിൻ്റെ ഒരു പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാൻ നോക്കിയേ. ലെറ്റ് R be a relation on a set A എന്ന് പറയുന്ന സെറ്റിലെ റിലേഷൻ ആണ്. A എന്ന് പറയുന്ന സെറ്റ് നോക്കിയേ, 1 2 3 4 5 6 ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഡിഫൈൻഡ് ആസ് R റിലേഷൻ തന്നിട്ടുണ്ട്. HY ഓർഡർ പെയർ HY എന്താണ്, Y is equal to 2H - 1. Y is equal to 2H - 1. ഓക്കെ, അപ്പോൾ റിലേഷൻ അതിനെ റൈറ്റ് ഇൻ R in റോസ്റ്റർ ഫോം ആൻഡ് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഡൊമൈനും റേഞ്ചും അങ്ങനെ കണ്ടുപിടിക്കുക. റോസ്റ്റർ ഫോമിലാണെങ്കിൽ HY ഓർഡർ പെയർ HY എന്നാണ് പറഞ്ഞിരിക്കുക അല്ലേ. HY ആണ് റിലേഷൻ്റെ അകത്ത്. അതിൽ H കമ്പോണൻസ് അല്ല, അതല്ല ഫസ്റ്റ് കമ്പോണൻസിൻ്റെ സെറ്റാണ് എന്തെന്ന് പറയുക, നമ്മുടെ ഡൊമൈൻ എന്ന് പറയുക അല്ലേ. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചേക്കുന്നത്, Hന് വരാൻ സാധ്യതയുള്ള വിലകളാണ് ഡൊമൈൻ. അതുപോലെ തന്നെ വൈക്ക് വരാൻ സാധ്യത ഓർഡേഡ് പെയറിലെ ഇല്ലെങ്കിൽ കമ്പോണൻസിലെ ഓർഡേഡ് പെയർ ആയിട്ട് എടുക്കുമ്പോൾ സെക്കൻഡ് കമ്പോണൻസ് എല്ലാം അല്ലെങ്കിൽ വൈക്ക് വരാൻ സാധ്യതയുള്ള വിലകളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റേഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ചെയ്യുക എന്താ, റോസ്റ്റർ ഫോമിൽ എഴുതാം. Y is equal to 2H - 1. Y is equal to 2H - 1 ആണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ നമ്മൾ Hന് 1 എന്ന് പറയുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ റിലേഷൻ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. റിലേഷൻ ഈസ് ഈക്വൽ ടു H1 ആണെങ്കിൽ നോക്കിയേ, Y എത്രയായിരിക്കും, 2 × 1 - 1. 2 × 1 2 ആണ്. 2 - 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ 1 1 ഓർഡേഡ് പെയർ 1 1 ആണ് ആദ്യത്തെ എലമെന്റ്. അടുത്തത് Hന് 2 എന്ന് പറയുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 2 × 2 4 4 - 1 എന്ന് പറയുന്നത് 3. അപ്പോൾ ഓർഡേഡ് പെയർ 2 3. അതുപോലെ തന്നെ Hന് 3 എടുത്തു. Hന് 3 എടുത്താൽ 3 × 2 6 ആണ്. 6 - 1 എന്ന് പറയുന്നത് 5 ആണ്. ഓർഡേഡ് പെയർ 3 5.
ഇനി എക്സിന് ഏതെങ്കിലും വാല്യൂ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ. എക്സിന് ഇനി അടുത്ത വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന 1 2 3 4 5 6 എന്ന് പറയുമ്പോൾ ആ സെറ്റിന്റെ അകത്ത് നിന്ന് ഇനി അടുത്ത വാല്യൂ എക്സിന് വരാൻ സാധ്യതയുള്ള വില എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ 4 എടുത്തു കഴിഞ്ഞാൽ 2 × 4 8 ആണ്. 8 - 1 7 വരും. അപ്പോൾ വൈയുടെ വില എവിടെയാണ് വരിക? 7 എന്ന് പറയുന്ന വാല്യൂ വരിക. പക്ഷെ 7 എന്ന് പറയുന്ന സെറ്റ് എയ്ക്കകത്തുണ്ടോ? ഇല്ല. 7 എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് എയ്ക്കകത്തില്ല. റിലേഷനകത്ത് പറയുന്നത് എന്താ? എക്സും വൈയും എവിടെ ഉണ്ടായിരിക്കണം? സെറ്റ് എയ്ക്ക് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ എക്സ് എയിലുണ്ട്, പക്ഷെ വൈ എന്ന് പറയുന്ന 7 എന്ന് പറയുന്ന എലമെന്റ് എയ്ക്കകത്തില്ല. സോ നമ്മുടെ റിലേഷൻ ഇവിടം കൊണ്ട് അവസാനിച്ചു. സോ നമുക്ക് ഡൊമൈനും റേഞ്ചുമായി ചോദിച്ചിരിക്കുക. ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന് വരാൻ സാധ്യതയുള്ള വിലകളാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പോണൻസ് ആണ്. ദാറ്റ് ഈസ് 1, ഇവിടെ 1 വരുന്നുണ്ട്, പിന്നെ 2 വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 വരുന്നുണ്ട്. സെറ്റ് 1 2 3 ആണ് ഡൊമൈൻ. ഓക്കെ, സെറ്റ് 1 2 3 ഡൊമൈൻ. റേഞ്ച് എന്താ? റേഞ്ച് ഈസ് ഈക്വൽ ടു സെക്കൻഡ് കമ്പോണൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് 1 മാർക്കിന്റെയോ 2 മാർക്കിന്റെയോ ഒക്കെ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഇത് ഡൊമൈനും റേഞ്ച്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വരിക ഇക്വലൻസ് റിലേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ സെക്കൻഡ് ഇയറിൽ തുടങ്ങുമ്പോൾ ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ തൊട്ട് പഠിക്കുന്നത് ഇക്വലൻസ് റിലേഷനും ബൈജക്റ്റീവ് ഫംഗ്ഷനും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുമ്പുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു പോയത്. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണം അല്ലേ? 3 കണ്ടീഷൻസ് ഏതൊക്കെയാ? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇത് 3 നമുക്കറിയാം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സെറ്റ് എടുത്തു ആ അകത്തുള്ള റിലേഷൻ ആണ് എങ്കിൽ എന്താണ്? ഓർഡേർഡ് പെയർ എ റിലേഷൻ്റെ അകത്തുണ്ടാകണം. അതായത് എല്ലാ എലമെന്റ്സും, നോട്ട് ദ വേർഡ് എല്ലാ എലമെന്റ്സും, ഓൾ എലമെന്റ്സ്, എല്ലാ എലമെന്റ്സിനും എന്തുണ്ടായിരിക്കണം? ആ സെയിം എലമെന്റിനോട് തന്നെ റിലേഷൻ ഉണ്ടായിരിക്കണം. എയ്ക്ക് എയോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. അപ്പം നമ്മൾ ഇവിടെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ സെറ്റ് എ. സെറ്റ് എയ്ക്കകത്ത് ഉള്ള ഒരു റിലേഷനാണ് എ എന്ന് പറയുന്നത്. നോക്കിയാൽ 1 2 3 4 5 6 1 2 3 4 5 6 നമ്മൾ മുമ്പേ കണ്ട സെയിം റിലേഷനും സെയിം സെറ്റും തന്നെയാണ്. നോക്കിയേ, ഡിഫൈൻഡ് ആസ് ആർ ഈസ് ഈക്വൽ ടു എക്സ് വൈ, വൈ ഈസ് ഈക്വൽ ടു 2x - 1. ഈസ് ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആറ് നമ്മൾ മുമ്പ് എഴുതി അല്ലേ? ആ ആറ് ഇക്വലൻസ് റിലേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുക. ആർ ഈസ് ഈക്വൽ ടു നമ്മൾ മുമ്പ് എഴുതിയതാണ് 1 1, അതുപോലെ തന്നെ 2 3, അതുപോലെ തന്നെ 3 5. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ. ഇത് ഇക്വലൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ? റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ സിമെട്രിക് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് സംഭവിക്കണം. ട്രാൻസിറ്റീവ്, ഈ 3ഉം സംഭവിക്കണം. എന്നാലേ എന്താവുള്ളൂ? ഇത് ഇക്വലൻസ് റിലേഷൻ ആവുള്ളൂ. അപ്പം റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്താ? എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1ന് 1നോട് റിലേഷൻ ഉണ്ടാവണം, 2 എടുത്താൽ 2നോട് റിലേഷൻ ഉണ്ടാവണം, 3 എടുത്താൽ 3യോട് റിലേഷൻ ഉണ്ടാവണം. നോക്കിയേ, ഇവിടെ 2 3 ഉണ്ട്, പക്ഷേ 2 2 ഇല്ല. 3 5 ഉണ്ട്, 3 3 ഇല്ല അല്ലേ? അപ്പം 1 1ഉം 2 2ഉം 3 3ഉം 4 4ഉം 5 5ഉം ഒക്കെ വന്നാലേ എന്താവുള്ളൂ? റിഫ്ലെക്സീവ് റിലേഷൻ ആവുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ തെറ്റിപ്പോയി അല്ലേ? റിഫ്ലെക്സീവ് അല്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല എങ്കിൽ നമുക്കറിയാം എന്താ? ഇക്വലൻസ് റിലേഷൻ അല്ല. ഇത്രയും മതി. ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പറയാം? ഇത് ഇക്വലൻസ് റിലേഷൻ അല്ല എന്ന് പറയാം. ഇവിടം കൊണ്ട് നിർത്താം. ഓക്കെ, ഇനി നമ്മൾ എന്താ? സിമെട്രിയും ട്രാൻസിറ്റീവ് ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ റിഫ്ലെക്സീവ് ആണെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. റിഫ്ലെക്സീവ് ആണെങ്കിൽ മാത്രം ഇനി പ്രൊസീഡ് ചെയ്താൽ മതി. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ തീർന്നു. ഇനിയിപ്പം സിമെട്രിക് ആണെങ്കിലും ട്രാൻസിറ്റീവ് ആണെങ്കിലും ഇക്വലൻസ് റിലേഷൻ ആണോ? അല്ല. 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം എങ്കിലേ അത് ഇക്വലൻസ് റിലേഷൻ ആവുള്ളൂ. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അടുത്ത നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ബൈ എന്ന് പറയുമ്പോൾ എന്താ? 2 2 അല്ലേ? അപ്പോൾ 2 കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് എന്തൊക്കെയായിരിക്കണം? സർജക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇൻജക്റ്റീവ് ആയിരിക്കണം. അത് എന്താണ്? ഓൺ 2 ആയിരിക്കണം, 1 1ഉം ആയിരിക്കണം അല്ലേ? 1 1ഉം ഓൺ 2. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ടൊന്ന് പറയാം. നമ്മൾ ഫംഗ്ഷൻ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഫംഗ്ഷനും റിലേഷനും എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എന്തൊക്കെയാണ്?
ഒന്ന് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്, റോസ്റ്റർ ഫോം ഉണ്ട്, ആരോ ഡയഗ്രാം ഉണ്ട്, ഇല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നമ്മുടെ എന്താ ഇക്വേഷൻ ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗ്രാഫ് ആയിട്ടുണ്ട്, ടാബുലാർ ഫോം ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല റെപ്രസെൻറ്റേഷൻസും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ആരോ ഡയഗ്രാം അല്ലേ. അപ്പോൾ ഈ ആരോ ഡയഗ്രത്തിൽ രണ്ട് സെറ്റ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിൽ. അപ്പോൾ ഈ സെറ്റ് എയും ഈ സെറ്റ് ബിയും ആണ്. അപ്പോൾ ഇതിൽ 1 1ഉം ഓൺ 2ഉം കണ്ടീഷൻസ് എങ്ങനെയാണ് നോക്കുക. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെയുള്ള എലമെന്റ്സ്, എയ്ക്കകത്തുള്ള എലമെന്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, അടുത്ത എലമെന്റ് ഉണ്ട്, തേർഡ് എലമെന്റ് ഉണ്ട്, ഫോർത്ത് എലമെന്റ്, ഇങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട്. ഇനി അടുത്ത ഇവിടെ ഒന്ന് നോക്കിയേ, ബി എന്ന് പറയുന്ന സെറ്റിൽ കുറേ എലമെന്റ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിലും കുറേ എലമെന്റ്സ് ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റിലും കുറേ എലമെന്റ്സ് ഉണ്ട്. ഇനി 1 1 ആണ് എങ്കിൽ വേണ്ടേ 1 ഇവിടെയും 1 ഇപ്പുറത്തും 1, 1 2 1 ആണ് ഫംഗ്ഷൻ. 1 2 1 ആണ് ഫംഗ്ഷൻ. ഇപ്പുറത്തുള്ള 1ലേക്ക് അപ്പുറത്തു നിന്നുള്ള 1ൽ നിന്ന് എന്തുണ്ടാവാൻ പാടുള്ളൂ, റിലേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെയുള്ള ഒരു എലമെന്റിൽ നിന്ന് ഇപ്പുറത്തേക്കുള്ള ഒരു എലമെന്റിലേക്ക് റിലേഷൻ. ക്ലിയർ ആണോ? ഈ ഒരു എലമെന്റിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു എലമെന്റിലേക്ക് റിലേഷൻ പാടുള്ളൂ. ഇവിടുന്ന് 2 എലമെന്റിൽ നിന്ന് ഇങ്ങോട്ട് റിലേഷൻ വന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ 1 മാറി ഇവിടെ 2 ആയി. ദാറ്റ് ഈസ് മെനി, എന്തായി, മെനി 1 റിലേഷനായി. അപ്പം 1 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെറ്റിലുള്ള ഒരു എലമെന്റിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തുണ്ടാവാൻ പാടുള്ളൂ, റിലേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ്സ് മെനി 1 ഫംഗ്ഷൻ അല്ലേ. അപ്പം 1 1 ഫംഗ്ഷൻ ആകണം. അതുപോലെ തന്നെ എന്താകണം, അതുപോലെ തന്നെ ഓൺ 2 ഫംഗ്ഷൻ ആകണം. ഓൺ 2 ഫംഗ്ഷൻ എന്താ, ഓൺ 2 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെയുള്ള സെക്കൻഡ് സെറ്റാണ്, ഫസ്റ്റ് സെറ്റാണ് നമ്മൾ 1 1 ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അടുത്തത് ഓൺ 2 ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ കൺസിഡർ ചെയ്യുക, സെക്കൻഡ് സെറ്റാണ് കൺസിഡർ ചെയ്യുക. സെക്കൻഡ് സെറ്റിൽ എന്താ കൺസിഡർ ചെയ്യുക, ബിക്കകത്തുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാകണം, ഇവിടെ റിലേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രീ ഇമേജ് ഉണ്ടാവണം അല്ലേ. പ്രീ ഇമേജ് ഉണ്ടാവണം. വേണ്ട ഇവിടെ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ഇങ്ങോട്ട് പോകണം, ഇവിടെ ഇങ്ങോട്ട് പോകണം. ഇനി ഈ സാധനം എന്തല്ല, ഇതെന്തല്ല, ഓൺ 2 ഫംഗ്ഷൻ അല്ല. കാരണം എന്താ, വേണ്ട ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന എലമെന്റിന് പ്രീ ഇമേജ് ഉണ്ടോ, സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഇമേജിന് പ്രീ ഇമേജ് ഉണ്ടോ, ഇല്ല. ഇവിടെയുള്ള എലമെന്റിനും വേണ്ട ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഇത് ഓൺ 2 ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് കൺസിഡർ ചെയ്യുക, അതിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഓൺ 2 ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ ഇതാണ് 1 1 ഫംഗ്ഷനും ഓൺ 2 ഫംഗ്ഷനും. അപ്പോൾ ഇത് രണ്ടും കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നാൽ മാത്രമേ എന്താവുള്ളൂ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പം നമ്മുടെ ഇക്വലൻസ് റിലേഷൻ പോലെ, റിലേഷൻ്റെ കാര്യത്തിൽ ഇക്വലൻസ് റിലേഷൻ പോലെ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ദ ഫംഗ്ഷൻ f from R to R defined by f of x is equal to 3 plus 4h is 1 1 on 2 bijective, justify. അപ്പോൾ 1 1 on 2 ആണെങ്കിൽ എന്താ, ബൈജക്റ്റീവ് ആണെന്ന് തെളിയുന്നത്. അപ്പോൾ 1 1 ആണോ എന്ന് തെളിയിക്കാൻ എന്താ ചെയ്യുക, നമ്മൾ വേണ്ടേ എഫ് ഓഫ് എച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 3 plus 4h. ഓക്കെ, ഞാൻ മുമ്പേ വരച്ച ആ ആരോ ഡയഗ്രാം ഒന്ന് നോക്കാം. നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്. 2 എലമെൻറ്റ് ഞാൻ ഇവിടെ എടുക്കുന്നു, ഇവിടെയും ഒരു 2 എലമെൻറ്റ് എടുക്കുന്നു. ഓക്കെ, ഈ 2 എലമെൻറ്റ് എടുക്കുന്നു. അപ്പം ഞാൻ പറയാണ്, നമ്മൾ ഈ ഫസ്റ്റ് സെറ്റിലുള്ള എലമെൻസിനെ എല്ലാം എച്ച് എന്നൊക്കെയാണ് വിളിക്കുക അല്ലേ. H1 ഉം H2 എന്നും വിളിക്കുന്നു. ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സ് എല്ലാം എച്ചിന് വരാൻ സാധ്യതയുള്ള വിലകളാണ്. ദാറ്റ് ഈസ് H1 ആൻഡ് H2 എക്സെട്ര. ഇതെന്താ, Y1 Y2 എക്സെട്ര എന്ന് പറയും. അതേപോലെ തന്നെ ദിസ് ഇസ് എഫ് ഓഫ് H1 എന്ന് വിളിക്കും അല്ലെ, ഫംഗ്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്ന് വിളിക്കും. ഇവിടുന്ന് എഫ് ഓഫ് H2 എന്നും വിളിക്കും. Y2 അല്ലെങ്കിൽ എഫ് ഓഫ് H2 എന്ന് വിളിക്കും. അപ്പം എന്താ, ഇവിടെ 2 എലമെന്റ്സ് ഞാൻ എടുത്തു. ഇവിടെ 2 എലമെന്റ്സ്, ഇത് എഫ് ഓഫ് H1 ആണ്, ഇത് എഫ് ഓഫ് H2 ആണ്. അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ട ഇവിടെ ഈ 2 എലമെന്റ്സ് എഫ് ഓഫ് H1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് H2 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ എന്താ വ്യത്യാസം, എന്താ മീൻ ചെയ്യുക, ഈ എലമെന്റും സെയിം ആണെന്ന് പറഞ്ഞാൽ വേണ്ട ഇവിടെ ഇത് രണ്ടും കൂടി ഒരു എലമെന്റ് ആയി പോയി അല്ലെ. ഇത് രണ്ടും സെയിം എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എലമെന്റ്സ് ഉണ്ടോ, ഇല്ല, ഇത് ഒറ്റ എലമെന്റാണ്. ഇത് 4ഉം ആണെങ്കിൽ നമ്മൾ സെറ്റിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമുണ്ട്, ഒറ്റ തവണ എഴുതിയാൽ മതി 4 എന്ന് അല്ലേ. അപ്പോൾ ഇത് ഒറ്റ എലമെന്റ് ആണ്. ഇത് ഒരു എലമെന്റ് ആയി കഴിഞ്ഞാൽ എന്ത് വന്നു, ഇത് H1ന്റെ ഇമേജ് ആണ് എഫ് ഓഫ് H1, H2ന്റെ ഇമേജ് ആണ് എഫ് ഓഫ് H2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തേണ്ടേ. ഈ എലമെന്റ് ഒരെണ്ണവും ഇത് 2 എലമെന്റും ആണെങ്കിൽ ഇതെന്തായി, ദിസ് ഇസ് മെനി 1 ഫംഗ്ഷൻ, മെനി ടു 1 ഫംഗ്ഷൻ ആയി അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കണം, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇപ്പം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ദിസ് ഇസ് 1 1 ഫംഗ്ഷൻ അല്ലേ. അപ്പം നമ്മൾ ഈ ഇമേജ് സെക്കൻഡ് സെറ്റിലുള്ള 2 എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് സെറ്റിലുള്ള 2 എലമെന്റ്സും അതിൻ്റെ പ്രീ ഇമേജുകൾ രണ്ടും സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം, എങ്കിലേ അത് 1 1 ഫംഗ്ഷൻ ആവുള്ളൂ.
അല്ലേ? ആ ലോജിക്കിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്ന് പ്രൂവ് ചെയ്താൽ അത് എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ഇംപ്ലൈ എന്താണ്? ഇത് ഇംപ്ലൈ ചെയ്യണം എന്താ? എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു. എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു എന്ന് അത് ഇംപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് റിസൾട്ട് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താ? എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 3 + 4h ആണ്. എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 3 + 4h. ഞാൻ വേണ്ടേ എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്ന് എഴുതി. ഇത് എഴുതുവാണെങ്കിൽ എന്താ? എഫ് ഓഫ് എച്ച് വൺ എന്ന് പറയുന്നത് 3 + 4h1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + എഫ് ഓഫ് എച്ച് ടു എന്താ? 4h2. ഓക്കെ, അപ്പോൾ ഈ 3യും 3യും ക്യാൻസൽ ആയി. രണ്ടിടത്തും ഒരു 3 മൈനസ് ചെയ്താൽ 4h1 ഈസ് ഈക്വൽ ടു 4h2. ഈ 4ഉം 4ഉം രണ്ടിടത്തും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? h1 ഈസ് ഈക്വൽ ടു h2. നമുക്ക് എന്താണ് വേണ്ടത് മക്കളെ? വേണ്ടേ എഫ് ഓഫ് എച്ച് വൺ ഇക്വേറ്റ് ചെയ്താൽ h1 ഈസ് ഈക്വൽ ടു h2 എന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? അത് 1 ഫംഗ്ഷൻ ആവുള്ളൂ. നമ്മൾ ഇക്വേറ്റ് ചെയ്തു, നമുക്ക് എന്ത് വന്നു? h1 ഈസ് ഈക്വൽ ടു h2 എന്ന് വന്നു. therefore ദിസ് ഫംഗ്ഷൻ ഈസ് 1-to-1 ഫംഗ്ഷൻ. 1-1 ഫംഗ്ഷൻ ആണ് അല്ലേ? 1-1 ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി പുറകിലത്തെ ലോജിക്ക്. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം? ഇപ്പുറത്ത് ഇമേജ് ഉണ്ടാവണം. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്ത് ഇമേജ് ഉണ്ടാവണം. ഇവിടെ ഒരു എലമെന്റ് y പോലും എഫ് ഓഫ് എച്ച് അല്ലാത്ത എലമെന്റ് കാണരുത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ y എന്തായിരിക്കണം? എഫ് ഓഫ് എച്ചും ആയിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? 1-1 ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഓൺ ടു ആണെങ്കിൽ എന്താ? എല്ലാ എഫ് ഓഫ് എച്ചും ഈസ് ഈക്വൽ ടു y. y എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എലമെന്റ്സ് എല്ലാമാണ്. സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എന്താ? y ആണ്. ആ y എല്ലാം എന്തായിരിക്കണം? എഫ് ഓഫ് എച്ച് ആയിരിക്കണം. എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കണം. അതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം y എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടിയാൽ നമ്മുടെ എന്തായി? നമുക്ക് വേണ്ടത് പ്രൂവ്ഡ് ആയി. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പ്രൂവ്ഡ് ആയി. അപ്പോൾ ഈ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഓൺ ടു പ്രൂവ് ചെയ്യാം, ഓൺ ടുനെസ് പ്രൂവ് ചെയ്യാം. എന്താ? എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് തന്നിരിക്കുന്നത് ഒരു y എന്ന് പറയുന്ന എലമെന്റാണ്. y ഈസ് ഈക്വൽ ടു 3 + 4h. അപ്പം ഞാൻ ഇതിനെ h ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 3 + 4h ഈസ് ഈക്വൽ ടു y. ശരിയല്ലേ? അപ്പം 4h ഈസ് ഈക്വൽ ടു എന്താ? y - 3 ആണ്. ദാറ്റ് ഈസ് h ഈസ് ഈക്വൽ ടു y - 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ h ഈസ് ഈക്വൽ ടു y - 5 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. ഞാൻ ഇനി എൻ്റെ എഫ് ഓഫ് എച്ച്, നമ്മുടെ എഫ് ഓഫ് എച്ച് ഒന്ന് എടുക്കാം. എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 3 + 4h ആണ്. അപ്പോൾ ആ സെയിം സാധനം എച്ചിൻ്റെ വേണ്ട ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്ക് എച്ചിന് പകരം ഇട്ട് കൊടുത്താൽ എന്ത് വരും? y - 3/4 ഈസ് ഈക്വൽ ടു 3 + 4 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് വേണ്ട ഇവിടെ കിടക്കുന്ന സാധനമാണ്. y - 3 ഡിവൈഡഡ് ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ വേണ്ടേ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആയില്ലേ മക്കളെ? പിന്നെ എന്താ ഉള്ളത്? 3 + y - 3. അതേ -3യും +3യും ക്യാൻസൽ ആയി. ദിസ് ഇസ് ഈക്വൽ ടു y എന്ന് കിട്ടി. അപ്പോൾ ഏത് ഈ y എന്ന് പറയുന്ന എല്ലാം എന്ത് തന്നെയാണ്? എഫ് ഓഫ് എച്ച് തന്നെയാണ്. therefore എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടി. therefore ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഫംഗ്ഷൻ അല്ലേ? ഓൺ ടു ഫംഗ്ഷൻ. അപ്പം 1-1 ആണെന്ന് പ്രൂവ്ഡ് ആയി, ഓൺ ടു ആണെന്ന് പ്രൂവ്ഡ് ആയി. therefore 1-1 ആണ്, ഓൺ ടു ആണ്. നമുക്ക് എന്ത് വന്നു? ദാറ്റ് ഷുഡ് ബി, ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ആൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ഫംഗ്ഷൻ? അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. ഇനി കോമ്പോസിഷനിൽ നിന്ന് മിക്കവാറും ചോദിക്കാറുള്ള ചോദ്യമാണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് 2 തന്നാൽ, നമ്മൾ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ 2 തന്നാൽ എന്ത് ചെയ്യും? എച്ചിന് പകരം 2 ഇട്ട് കൊടുക്കും അല്ലേ? അത് തന്നെയാണ് ഇവിടെയുള്ള ജി കോമ്പോസിഷൻ എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എഫ് ഓഫ് എച്ച് ആ. അപ്പോൾ ജി ഓഫ് എച്ച് എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടെങ്കിൽ അവിടെ എച്ചിന് പകരം ആരെ തന്നിട്ടുണ്ട്? എഫ് ഓഫ് എച്ച് ഇട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? അതേ ചെയ്യാനുള്ളൂ. ഇവിടെ കോമ്പോസിഷൻ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഒരു 2 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, എഫും ജിയും തന്നിട്ടുണ്ട്. എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 4h - 1 ആണ്. ജി ഓഫ് എച്ച് എന്ന് പറയുന്നത് h² ആണ് കേട്ടോ. ദാറ്റ് ഈസ് h²ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എച്ച് എന്താ? അത് ജി ഓഫ് എഫ് ഓഫ് എച്ച് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ജി എന്ന് പറയുന്നത് എന്താ? h² ആണ്. അപ്പോൾ h² പകരം ഇവിടുത്തെ ജി ഓഫ് എച്ചിലെ എച്ച് ആണ് ഇത്. അപ്പോൾ എച്ചിന് പകരം ആരാ? എഫ് ഓഫ് എച്ച് ആ വന്നേ. അപ്പോൾ h² പകരം എന്താ വരണ്ടേ? എഫ് ഓഫ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ് വരണ്ടേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 4h - 1 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4h - b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a², അതായത് 16h² - 2ab. 2 × 4h 8h × b എന്ന് പറയുന്നത്
1 തന്നെയാണ്. അപ്പം -8h പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. നമ്മുടെ ഫസ്റ്റ് കാര്യം പ്രൂവ്ഡ് ആയി. ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എച്ച്. എന്താ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 16 സ്ക്വയർ -8h പ്ലസ് 1. ഓക്കെ, 16h സ്ക്വയർ -8h പ്ലസ് 1. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുക? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2, ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 2. ജി ഓഫ് എഫ് ഓഫ് എച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ എച്ചിൻ്റെ പകരം ആരാ ഇവിടെ വന്നിരിക്കുന്നത്? 2 ആ. അപ്പോൾ എന്ത് വന്നാൽ മതി? ഈ എച്ചിന് പകരം 16 × 16h സ്ക്വയർ അല്ലേ? അപ്പോൾ എച്ചിന് പകരം 2 2 16 8 2 സ്ക്വയർ -8h എന്ന് പറയുന്നത് 8 × 2 പ്ലസ് 1, that is equal to 16 × 4 -8 × 2 plus 1. This is equal to 64 - 16 plus 1, that is equal to 48 plus 1 49. This is the final answer. അപ്പോൾ കോമ്പോസിഷനും വളരെ സിമ്പിളാണ്. നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? ഇനി ഈ ടോപ്പിക്കിൽ നിന്നുള്ള പല പ്രോബ്ലംസും കഴിഞ്ഞു. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്ലബ് ചെയ്ത് പഠിക്കാം. രണ്ടിൻ്റെയും കോൺസെപ്റ്റുകളെല്ലാം സെയിം ആണ്. മെട്രിസസ് പഠിക്കാതെ ഡിറ്റർമിനൻസ് പഠിക്കാൻ പറ്റില്ല. ഡിറ്റർമിനൻസിൻ്റെ ഒരു ബേസ് പാർട്ടായിട്ട് നമുക്ക് മെട്രിസസിനെ കാണാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന കോർ ടോപ്പിക്സ് ആണ് ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്, മെട്രിസസിൻ്റെ ടൈപ്സ് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ സ്ഥിരം ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് അല്ലേ? അപ്പോൾ ഒരു മെട്രിക്സ് തന്നെ അതിൻ്റെ വേറെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻസ് ആൻഡ് പ്രോപ്പർട്ടീസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ട് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്. ടൈപ്സ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പല ഓപ്പറേഷൻസും നമ്മൾ ഈ മെട്രിക്സിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. പല ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ഒരു ഓപ്പറേഷനാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ്, അഡീഷൻ ഓപ്പറേഷനാണ്, സബ്ട്രാക്ഷൻ ഓപ്പറേഷനാണ്, ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ എന്താ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെയുള്ള കുറേ ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ a² -5a + 7i ഇത് 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ a എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതെന്താ 3 1 -1 2. ഈ മെട്രിക്സ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ 3 1 -1 2 തന്നെയാണ് അല്ലേ? ഇനി -5a എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനാണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിലെ എല്ലാ എലമെൻസിനെയും എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. 5 × 1 5 ആണ്. -1 × 5 എന്ന് പറഞ്ഞാൽ -5 ആണ്. അതുപോലെ തന്നെ 2 × 5 10 ആണ്. ഇനി എന്താ പ്ലസ് 7i എന്ന് പറഞ്ഞാൽ i എന്ന് പറഞ്ഞാൽ 1 0 0 1 ആണ്. ഇതിനെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ 7 0 0 7. അപ്പോൾ ഈ മെട്രിക്സ്. അപ്പോൾ ഇനിയുള്ള ബേസിക് ഓപ്പറേഷൻസാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം നിങ്ങൾക്കറിയാം. മൾട്ടിപ്ലിക്കേഷൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡിൻ്റെ കോളം, ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം സെക്കൻഡ് എലമെൻറ്റ്. അതുപോലെ തന്നെ താഴത്തെ റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അത് അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു മെട്രിക്സ് കിട്ടും. അതിൽ നിന്ന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എന്താ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോഴും എന്താ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ പ്ലസ് ചെയ്യുക. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട വേറെ ഒരു കാരണം ഇക്വേറ്റ് ചെയ്യാനാണ്. എലമെൻസിനെ 2 മെട്രിക്സുകൾ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്താ അതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ ഈ മെട്രിക്സ് വേണ്ട ഇവിടെ ഒരു h + y 2 5 + h 8 ഇത് ഈക്വൽ മെട്രിക്സ് എന്നാണ് പറഞ്ഞത്. 2 മെട്രിക്സ് ഈക്വൽ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇത് ഫസ്റ്റ് എലമെൻറ്റ്സാണ്. ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ എലമെൻ്റ് ആണ്. അതും ഇതും ഈക്വൽ ആണ് എന്നാണ് പ്രൂവ്ഡ് ആവുക. അപ്പോൾ h + y = 5. അപ്പോൾ വേണ്ടേ ഇത് 2 ഇതും 2 ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് 5 + h അല്ലേ? 5 + h എന്ന് പറഞ്ഞാൽ h + 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പറയുള്ളത് 6 ആണ്. ഈ 8ഉം ഈ 8ഉം ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ വേണ്ട ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് h കണ്ടുപിടിക്കാം. h = എന്താ? h = 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി അപ്പോൾ h വേണ്ട ഇവിടെ hന് ആ 1ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് വരും? 1 + y = 5. There implies y = 5 - 1 that is equal to 4. അപ്പോൾ hൻ്റെ വാല്യൂ എത്രയാ? h = 1 and y = 4. ഓക്കെ, ഇത് ഇക്വേറ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉറപ്പായിട്ടും നമുക്കുണ്ടാവും. ക്വസ്റ്റ്യൻ കാണത്തില്ല അല്ലേ?
ഇക്വേറ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കും. അത് 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ മെട്രിക്സിൻ്റെ അകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് എക്സ്പ്രസ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നാൽ അതിനെ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അതിനെ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സാണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അത് പ്ലസ് അതിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആയിരിക്കും വേണ്ട ഈ മെട്രിക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 കണ്ടുപിടിക്കണം. ഇത് സിമെട്രിക് ആണ്, ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കുമാണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സുകൾ നമുക്ക് കണ്ടുപിടിക്കാം. എന്താ? സിമെട്രിക് മെട്രിക്സും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ മെട്രിക്സ് നമുക്കൊന്ന് എഴുതാം. 3 3 -1 3 3 -1, പിന്നെ എന്താ -2 -2 1 -2 -2 1, പിന്നെ -4 -5 2 -4 -5 2 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എ, ഇത് എ ആണ്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? വേണ്ട ഈ സാധനം നമ്മൾ റോയും കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നു അല്ലേ? 3 -2 4, അതുപോലെ തന്നെ -3 അതുപോലെ തന്നെ 3 -2 -5 -1 1 2. അപ്പോൾ ഇതാണ് എ ട്രാൻസ്പോസ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? എയും എ ട്രാൻസ്പോസും തമ്മിൽ കൂട്ടുക, അത് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 നമുക്കൊന്ന് നോക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 അതെന്തായിരിക്കും? 3 + 3 എത്രയാ? 6 ആണ്. 6/2 എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ 3 + -2 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 1/2. 1/2 വെച്ച് ഡിവൈഡ് ചെയ്യണം. -1 + 4 -1 + 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3/2 ശരിയല്ലേ? ഇനി അടുത്ത താഴേക്ക് നോക്കാം. -2 + 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 എന്ന് പറഞ്ഞാൽ 1/2. ഇപ്പോൾ സിമെട്രിക് ആണെങ്കിൽ ഈ എലമെൻറ്റും സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെ തന്നെ വന്നേക്കുന്നത്. -2 + -2 -4 ആണ്. -4/2 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇനി 1 + -5 എന്ന് പറഞ്ഞാൽ 1 - 5 ആണ്. ദാറ്റ് ഈസ് -4/2 -2 വരും. താഴെ നോക്കിയേ, -4 പ്ലസ് -1, അതായത് -4 പ്ലസ് ഇവിടെ എന്താ പ്രശ്നം? -1 -3/2 ഇത് -4 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ? മുകളിലത്തെ എലമെൻറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. -4 പ്ലസ് -5 എന്ന് പറയാം -5/2 ആണ് കേട്ടോ. ദിസ് ഇസ് -5/2. -5/2. താഴെ നോക്കാം. -4 -1 എന്ന് പറഞ്ഞാൽ -5/2. അടുത്ത -5 + 1 എന്ന് പറഞ്ഞാൽ -4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ -2. 2 + 2/2 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ഇതൊരു ഇതൊരു സിമെട്രിക് മെട്രിക്സ് അല്ലേ? ഈ 1/2ഉം ഈ 1/2ഉം സെയിം ആണ്. ഈ 5/2ഉം ഈ താഴെയുള്ള -5/2 സെയിം ആണ്. 2 -2 സെയിം ആണ്. 2 -2 അല്ലേ? ഇതൊരു സിമെട്രിക് മെട്രിക്സാണ്. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെയുള്ള ഡയഗണൽ എലമെൻറ്റ്സ്, പ്രിൻസിപ്പൽ ഡയഗണൽ മുഴുവൻ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള എലമെൻറ്റ് ഇതാണ് എങ്കിൽ ഇത്
മൈനസ് എലമെൻ്റ് ആയിരിക്കും, ഇവിടെയുള്ളതിൻ്റെ മൈനസ് എലമെൻ്റ് ആയിരിക്കും ഇവിടെയുള്ളതിൻ്റെ മൈനസ് എലമെൻ്റ് ആയിരിക്കും ഇവിടെ. അതല്ല സ്ക്യൂ സിമെട്രിക്. അപ്പം എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി ആ ഈ രണ്ട് നമ്മുടെ മെട്രിക്സുകൾ, അപ്പോൾ കിട്ടുന്ന രണ്ട് മെട്രിക്സുകളും, ഒന്ന് നമുക്ക് നേരത്തെ കിട്ടിയ സിമെട്രിക് മെട്രിക്സും ഇനി കിട്ടുന്ന നിങ്ങൾ ചെയ്യുമ്പം കിട്ടുന്ന സ്ക്യൂ സിമെട്രിക് മെട്രിക്സും തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. നമുക്ക് വേണ്ട മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടും, നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന കുറേ പ്രോബ്ലംസ്, പ്രോപ്പർട്ടി ഡിറ്റർമിനൻസിൻ്റെ ബേസിക് കാര്യങ്ങളും പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ വെച്ചിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ വരുന്ന ടോപ്പിക്കാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കുന്ന എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ ആണ് അല്ലേ? അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. അഡ്ജോയിൻ്റ് എ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുന്നത്? അഡ്ജോയിൻ്റ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. 1 1 1 1 -1 -1 1 1 1 1 -1 -1 1 1 -1. ഇതാണ് സെറ്റ് അല്ലേ? ഇതിൻ്റെ അഡ്ജോയിൻറ്റ്, ഈ സെറ്റിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേണ്ടേ ഈ സെറ്റ് നമ്മളിങ്ങനെ എഴുതുന്നു. ഇതിന് നമ്മൾ കുറച്ച് റോയും കോളവും കൂട്ടി എഴുതാൻ പോവാം. എന്താ? ഈ താഴേക്ക് മോളിൽ നിന്നുള്ള 2 റോയും കൂടി എഴുതാൻ പോവാം. 1 1 1 ഫസ്റ്റ് റോ റിപ്പീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് റോ 1 -1 -1 അതും കൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, റോ മാത്രം കൂട്ടിയാൽ പോരാ, എന്തും കൂടി കൂട്ടണം, നമ്മുടെ കോളം കൂടി കൂട്ടണം. അപ്പോൾ കോളം കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് കോളം മുഴുവൻ എന്താ? 1 തന്നെ. 1 1 1 1 1. അടുത്ത സെക്കൻഡ് കോളം 1 -1 1 1 -1. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി അല്ലേ? ഇത് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ട്രിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് വേണ്ട ഇത്രയും സാധനമാണ്. അതിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ ഈ റോ 3 റോ, ഈ റോയും താഴേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ വന്നു. ഇതിൻ്റെ അകത്ത് നമ്മുടെ വേണ്ട ഈ കോളവും വേണ്ട ഇവിടെ രണ്ടിടത്തും റിപ്പീറ്റ് ചെയ്ത് എഴുതി. അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾ അഡ്ജോയിൻ്റെ നിങ്ങളെ കോഫാക്ടറും മൈനറും ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നതിലും എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. ഇതിന് ഇപ്പോൾ നമ്മളെ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിനെക്കാട്ടിലും കൂടുതൽ റോയും കോളവുമായി. ഇനി എന്താ ചെയ്യുക? ഫസ്റ്റ് കോളം നമ്മൾ അങ്ങ് കളയുക. നമുക്കിതിനി ആവശ്യമില്ല. ഫസ്റ്റ് കോളം ഇനി കളയുക. ഇനി എന്താ? ഫസ്റ്റ് റോയും നമ്മൾ കളഞ്ഞു. അപ്പം നോക്കിയേ, ഫസ്റ്റ് റോ കളഞ്ഞു, അതുപോലെ തന്നെ അടുത്ത ഫസ്റ്റ് കോളവും കളഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് മിച്ചമുള്ളത് 4 റോയും 4 കോളവുമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ എന്താ ചെയ്യുക? സാധാരണ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിലുള്ള ഓപ്പറേഷൻ അല്ലേ? പ്രിൻസിപ്പൽ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യും, അത് മൈനസ് ഓഫ് ഡയഗണലാണ് ചെയ്യുക. ആ സെയിം സാധനം ഇവിടെ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അത് ട്രാൻസ്പോസ് ആയിട്ട് എഴുതുക. ആ കിട്ടുന്ന സാധനമാണ് ശരിക്കും അഡ്ജോയിൻ്റ്. ഇനി കിട്ടാൻ പോകുന്ന മെട്രിക്സ് ആണ് അഡ്ജോയിൻ്റ്. അതായത് ഇവിടെ നമ്മൾ ഡയഗണൽ ഓപ്പറേഷൻ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണുന്നു. ദിസ് ഇസ് -1 × -1 1 ആണ്. 1 മൈനസ് -1 1 -1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അത് നമ്മളിവിടെ എഴുതി. ഇനി അടുത്ത താഴെ 1 -1 അത് എത്രയാ? 1 + 1 ആണ് അല്ലേ? 1 ഇത് 0 അല്ല കേട്ടോ. ഓക്കെ, മുകളിലുള്ളത് -1 × -1 എന്ന് പറയുന്ന 1 ആണ്. 1 -1 1 + 1 ദാറ്റ് ഈസ് 2. ഇനി താഴെയും 1 -1 1 + 1 2. അത് നേരെ നമ്മൾ താഴെയല്ല, അതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് ഇവിടെ 2 എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ -1 + 1 ദാറ്റ് ഈസ് 0. ഇനി താഴേക്ക് നോക്കാം, ഇവിടേക്ക് നോക്കാം. -1 × 1 -1 ആണ്. -1 -1 + 1 ദാറ്റ് ഈസ് 0. ഇനി -1 ദാറ്റ് ഈസ് -2. ഇനി 1 + 1 ദാറ്റ് ഈസ് 2. ഇനി 1 -1 1 + 1 ദാറ്റ് ഈസ് 2. ഇനി 1 ഇതും 1 1 എന്ന് പറയുന്നത് 0. ഇനി -1 -1 -2. അപ്പോൾ നമുക്കിവിടെ അഡ്ജോയിൻ്റ് കിട്ടി. ഇങ്ങനെ എഴുതുന്നതാണ് എന്ത്? അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ശരിയല്ല നമ്മൾ എഴുതിയതല്ല, 1 - 1 സി. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻ്റെ കിട്ടി. അപ്പോൾ അഡ്ജോയിൻ്റെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡിറ്റർമിനന്റ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ റോയും കോളവും റിപ്പീറ്റ് ചെയ്ത് എഴുതി. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും കട്ട് ചെയ്ത് കളയുന്നു. മിച്ചമുള്ളതെല്ലാം നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ കാണുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അതോടൊപ്പം തന്നെ എന്ത് വേണം? ട്രാൻസ്പോസ് ചെയ്ത് എഴുതുക. ദിസ് ഇസ് അഡ്ജെ. ഇനി ഡിറ്റർമിനന്റ് എന്താണ് ഡിറ്റർമിനന്റ്? ഡിറ്റർമിനന്റ് നമുക്ക് ഇവിടെ ഒന്ന് കാണാമല്ലോ. ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് വേണ്ടേ ഇവിടെയുള്ള എലമെന്റ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന, ഇവിടെ എല്ലാം 1 കിടക്കുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും, നമുക്ക് അതുപോലെ തന്നെ അങ്ങ് ചെയ്യാം അല്ലേ. 1 ഇൻറ്റു ഫസ്റ്റ് റോ ഞാൻ എടുക്കുകയാണ്, ഫസ്റ്റ് റോയും ബേസ് ചെയ്താണ് 1 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി, മിച്ചം -1 ഇൻറ്റു -1 1 ആണ്, -1 അതായത് 1 + 1 ആണ് അല്ലേ. ഇനി -1 നടുക്കത്തെ റോ എടുക്കുന്നു, നടുക്കത്തെ റോ എടുത്തു കഴിഞ്ഞാൽ ഈ റോയും കോളവും ക്യാൻസലായി പോകും അല്ലേ. ഈ റോയും ഈ കോളവും ക്യാൻസലായി, മിച്ചം എന്താ? -1 + 1 അല്ലെ, -1 -1 ദാറ്റ് ഈസ് -1 + 1. ഇനി +1 ലാസ്റ്റത്തെ റോയും കോളവും എടുത്താൽ, ബാക്കിയുള്ള എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? വേണ്ടേ ലാസ്റ്റത്തെ റോയും കൂടെ 1 - -1 അതായത് 1 + 1 അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 2 മൈനസ് ഇത് 0 ആണ്, പ്ലസ് അടുത്തത് 2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലേ. ഡിറ്റർമിനൻറ്റ് വാല്യൂ 4 ആണ് വരിക. ഡിറ്റർമിനൻറ്റ് വാല്യൂ 4 ആണെങ്കിൽ അഡ്ജെ ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അപ്പോൾ ഇത് ഡിറ്റർമിനൻറ്റ് വാല്യൂ നമുക്കറിയാം, നേരെ ഡിവൈഡ് ചെയ്തോളുക, കിട്ടുന്ന മെട്രിക്സ് ആണ് എന്ത്? എ ഇൻവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഫൈനൽ ആൻസറിലേക്ക് നിങ്ങൾ എത്തുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ലാസ്റ്റ് ടോപ്പിക്ക്, ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് ജസ്റ്റ് നമുക്കറിയാം എന്താ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, വെർട്ടീസസ് ഉണ്ടെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ഇങ്ങനെയുണ്ട്, അതിൻ്റെ വെർട്ടീസസ് ഇത് h1 y1, ഇത് h2 y2, ഇത് h3 y3 ആണ് എങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇക്വേഷൻ പറയാം എന്താ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ആണ് കേട്ടോ, 1/2 ഇൻറ്റു ഇനി ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുക. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുന്നത്? h1 y1 1, h2 y2 1, h3 y3 1. ദിസ് ഓൾ അല്ലേ. ഈ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു h1 y1 1, h2 y2 1, h3 y3 1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ h1ഉം y1ഉം h2ഉം y2ഉം h3ഉം y3 എല്ലാം നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ അത് ക്രാമേഴ്സ് റൂളിൽ വരുന്നുണ്ട്, കൺസിസ്റ്റൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ക്രാമേഴ്സ് റൂളിനേക്കാൾ ഉപരി ഇതേണ്ട ഈ ഇക്വേഷൻ ആണ്, അതായത് AH ഈസ് ഈക്വൽ ടു ബി ആണ് അല്ലേ. AH ഈസ് ഈക്വൽ ടു ബി ആണ് എങ്കിൽ എച്ച് കണ്ടുപിടിക്കുക. സോൾവ് ചെയ്യുമ്പോൾ എന്താ? എച്ച് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? എ ഇൻവേഴ്സ് ബി ആണ്. ഇതിൽ എച്ച് എന്താ, എ എന്താ, ബി എന്താ എന്ന് നോക്കിയാൽ എന്താ? എ എന്ന് പറയുന്നത് നമ്മുടെ XYZൻ്റെ കോഎഫിഷ്യൻസ് ആണ്. എ എന്ന് പറയുന്നത് XYZൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്. ഇനി ബി എന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത് ഈ XYZ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ്റെ ഇപ്പുറത്ത് വരുന്ന RHSൽ വരുന്ന വാല്യൂസ് ആണ്. എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻസിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്, വൈയുടെ കോഎഫിഷ്യൻ്റ് -3 ആണ്, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 5 ആണ്. അടുത്ത 3 2 -4 1 1 -2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എയുടെ റിലേഷനുമായിട്ടുള്ള, അപ്പോൾ നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ഇൻവേഴ്സ് ഇൻറ്റു ബി കണ്ടുപിടിച്ചാൽ, ബി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, എച്ച് ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. എ ആണ് ഇനി മിച്ചമുള്ളത്. എയ്ക്കകത്ത് എന്താ വ്യത്യാസം? ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? അഡ്ജോയിൻ്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ്. അപ്പം നോക്കിയേ, അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം അല്ല നമ്മൾ മുമ്പേ ചെയ്തേ. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റോയും കോളവും റിപ്പീറ്റ് ചെയ്ത് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക, ട്രാൻസ്പോസ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അഡ്ജ് എ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നേരെ വേണ്ട ഈ ഇക്വേഷനുമായിട്ട്, ഈ ബി എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മുടെ
പ്രോബ്ലം ആൻസർ ആവും. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തല പുകയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് ഗെയിം എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റിക്കകത്ത് വരുന്ന മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഉണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉണ്ട്, ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ഉണ്ട്, ബേസ് തിയറം ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്താ ഈ ബേസ് തിയറത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ തിയറവും കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ടോട്ടൽ പ്രോബബിലിറ്റി തിയറവും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബേസ് തിയറം. ഓക്കെ, അപ്പോൾ അത് എല്ലാം സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ വരാറുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റിക്കകത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ചോദ്യം വരുന്നത് 2 ടോപ്പിക്കായിട്ടാണ്, ബേസ് തിയറം 1, 2 കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ചോദിക്കുന്ന പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യം ഏറ്റവും ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുള്ള പാർട്ടുകളിൽ നിന്നൊക്കെ ചോദിക്കുന്നത് എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റും എക്സ്ക്ലൂസീവ് എക്സ്ഹോസ്റ്റീവ് ഇവൻസും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഈ 3 ചോദ്യങ്ങളാണ് പ്രോബബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്, ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം. ഈ 3 ടോപ്പിക്കുകളെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളൂ. അപ്പോൾ നോക്കാം, ലെറ്റ് എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ എന്താ മക്കളെ ഓർമ്മ വരണ്ടേ, തലയിൽ അപ്പം തന്നെ വന്നോണം. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണ് ഇൻ്റർസെക്ഷൻ. ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ വേണ്ട ഈ ഇക്വേഷനാണ്. ഇതില്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഒരു പ്രോബ്ലം പോലും ചെയ്യാൻ പറ്റില്ല. സോ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഫസ്റ്റ് വൺ എന്താ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ദിസ് ഇംപ്ലൈസ് 0.3 ഇൻറ്റു 0.4. ആൻസർ എത്രയാ, കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ രണ്ടാമത്തേത് എന്താ, പി ഓഫ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്താ, അഡീഷൻ തിയറം നമുക്കറിയാം, എന്താ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. അപ്പോൾ ഇതും നമുക്ക് വേണ്ട ഈ വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി ഓഫ് എ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 0.3 പ്ലസ് 0.4 മൈനസ് ഇതെന്താ 0.12 ആണ്, മൈനസ് 0.12. ദിസ് ഇസ് ഈക്വൽ ടു 0.58 അല്ലേ. 0.58 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നോക്കിയേ 0.58 ആണ് നമ്മുടെ ആൻസർ. 0.3 പ്ലസ് 0.4 മൈനസ് 0.12. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ ഒട്ടനെ തന്നെ തല വന്നോണം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് പി. അതുപോലെ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെങ്കിൽ എന്താ, ഇൻ്റർസെക്ഷൻ ഇല്ല, ഇൻ്റർസെക്ഷൻ 5 ആണ്. സോ പി ഓഫ് എ ഈ ഇൻ്റർസെക്ഷൻ പി ഓഫ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ. അപ്പോൾ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ 0 ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പ്രോബബിലിറ്റിയുടെ സമ്മേഷൻ ഓഫ് പി ഐ ഈസ് ഈക്വൽ ടു ഓൾവേസ് 1. ഈ ഒരു കാര്യം ഓർത്തേച്ചാൽ മതി. എന്താണ്, പ്രോബബിലിറ്റി എല്ലാം, പ്രോബബിലിറ്റിയുടെ സം എല്ലാം 1 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് കെ, ഫസ്റ്റിൻ്റെ കണ്ടുപിടിക്കാൻ എന്താ, വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാൻ വേണ്ട നമുക്കറിയാം എന്താ, പി ഓഫ് ഐ അല്ലെങ്കിൽ പി ഐ പ്രോബബിലിറ്റിയുടെ സം എന്താ 1, ദാറ്റ് ഈസ് 0 പ്ലസ് കെ പ്ലസ് 2k പ്ലസ് 2k പ്ലസ് 3k പ്ലസ് കെ സ്ക്വയർ പ്ലസ് 2k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ പ്ലസ് കെ ഷുഡ് ബി 1. ഇത്ര ഓർത്താൽ മതി അല്ലേ. ഇനി നോക്കിയേ 7k, കെ സ്ക്വയർ എത്രയുണ്ടെന്ന് നോക്കാം, കെ സ്ക്വയർ എത്രയുണ്ടെന്ന് നോക്കാം, കെയും എത്രയുണ്ടെന്ന് നോക്കാം, ഈസ് ഈക്വൽ ടു 1 ആണ്. എന്താ 7k സ്ക്വയർ ഉണ്ട്, ഒരു 2k സ്ക്വയർ ഉണ്ട്, അപ്പോൾ 7 പ്ലസ് 2 9, വേണ്ട ഒരു കെ സ്ക്വയറും കൂടി ഉണ്ട്, അപ്പോൾ 10k സ്ക്വയർ ആയി. പ്ലസ് കെ എത്ര ഉണ്ട്, വേണ്ട 1, 3 1 4, 4 2 6, 6 2 8, 8 1 9, അപ്പോൾ 9k ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നേരെ എന്താ 10k സ്ക്വയർ
പ്ലസ് 9k മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അതേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക? മൈനസ് ബി, കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. 10ാം ക്ലാസ് മുതൽ നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? കെയുടെ കെയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അടുത്ത ഒരു ചോദ്യമുണ്ട്, ഡിറ്റർമൈൻ പി ഓഫ് എച്ച് ലെസ് ദാൻ 3. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എച്ച് ലെസ് ദാൻ 3. എച്ച് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? 2 വരാം, 1 വരാം, 0 വരാം. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ ഈ 3 എണ്ണേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താ? വേണ്ടേ 2k പ്ലസ് k പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 3k അല്ലേ? 2kയും kയും കൂടി കൂട്ടിയാൽ 3k. അപ്പോൾ കെയുടെ വാല്യൂ വേണ്ട നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു എച്ച് ആണ് എങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 3h. ആൻസർ ഇവിടെ കിട്ടുന്ന സാധനം എന്ത് ചെയ്താൽ മതി? നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ഈ പ്രോബ്ലം ചെയ്യാൻ ഒറ്റ കാര്യം ഓർത്താൽ മതി. എന്താ? സമ്മേഷൻ ഓഫ് പ്രോബബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 1. അത് മാത്രം ഓർത്താച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് പ്രോബബിലിറ്റിയിലുള്ള. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി നമുക്കറിയാം പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുക? ബി ആണ് ആദ്യം സംഭവിക്കുക അല്ലേ? ബി ആണ് ആദ്യം സംഭവിക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അതുപോലെ തന്നെ പി ഓഫ് ബി ഗിവൺ എ ആണെങ്കിലോ ആരാദ്യം സംഭവിക്കുക? എ ആണ് ആദ്യം സംഭവിക്കുക. ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നെയാണ് ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് ടോസിങ് എ ഡൈ. ഒരു ഡൈ ടോസ് ചെയ്യുന്നില്ല, ത്രോ ചെയ്യുന്നു. ലെറ്റ് ദ ഇവൻറ്റ്സ്, 2 ഇവൻറ്റ്സ് പറയാണ്. ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ആണ്. ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഈവൺ നമ്പർ. നോക്കിയേ, ഓഡ് നമ്പറും ഈവൺ നമ്പറുമാണ് വരിക. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് സെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എന്താ? ഓഡ് നമ്പർ അല്ലേ? 1 3 5. ബി എന്ന് പറയുന്നത് 2 4 6. എ ഇൻ്റർസെക്ഷൻ ബി എന്താ? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. രണ്ടും എന്താ നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പാർട്ട് എയ്ക്കകത്തുള്ള പാർട്ടും ബിക്കകത്തുള്ള പാർട്ടും നോക്കിക്കഴിഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബിക്കകത്ത് എന്തെങ്കിലും സെയിം എലമെൻറ്റ്സ് വരുന്നുണ്ടോ? ഇല്ല, 5 ആണ്. സോ ദെയർഫോർ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാകും എന്താ? അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ സംതിങ് ആണ്, പി ഓഫ് ബി ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് 1/2 എന്തും ആയിക്കോട്ടെ, 0 ബൈ സംതിങ് എന്ന് പറയുന്നത് എന്താ? 0 ദിസ് ഇസ് ഓൾസോ 0. എ ഇൻ്റർസെക്ഷൻ ബി എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ കണ്ടീഷൻ പ്രോബബിലിറ്റി നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്ന പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആരാ? ബേസ് തിയറം. അപ്പോൾ ബേസ് തിയറത്തിൽ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ? നമ്മുടെ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവും, പി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് ബി ഗിവൺ എ കണ്ടുപിടിക്കണം. ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. എയും ബിയും ഉണ്ടെങ്കിൽ 2 രീതി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്. എ ഗിവൺ ബി ഉണ്ട്, ബി ഗിവൺ എയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം തന്നാൽ മറ്റേത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? ബേസ് തിയറം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ് തിയറം ഒക്കെ ഏത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിക്കോട്ടെ ബേസ് തിയറം ആയിക്കോട്ടെ എല്ലാം എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊന്ന് എടുത്തെഴുതുക. അതെന്താ തന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുക. ഓക്കെ, നമുക്ക് എടുത്തെഴുതാം. ഇൻ എ ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ബോൾസ് മെഷീൻ എ ബി ആൻഡ് സി manufacture respectively 25%, 35% and 40%. അപ്പോൾ 25% ആരാ? എ ആ. അപ്പോൾ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 25/100. 25/100. ഇനി പി ഓഫ് ബി മാനുഫാക്ചർ ചെയ്യുന്നത് 35/100. ഇനി അടുത്ത പി ഓഫ് സി മാനുഫാക്ചർ ചെയ്യുന്നത് 40/100 അല്ലേ? ഇനി ഓഫ് ദെയർ ഔട്ട്പുട്ട്സ്, അവരുടെ ഔട്ട്പുട്ട്സുകളിൽ എ 5%, 4% ആൻഡ് 2% റെസ്പെക്റ്റീവ് ആർ ഡിഫക്റ്റീവ്. അപ്പോൾ ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ എന്തേണ്ടേ? ഡി എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആണ് എന്നെടുത്തു. ഡി എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആണ്. രണ്ടാമത്തെ ഇവൻ്റ്, അടുത്ത ഇവൻ്റ് ആണ് ഡിഫക്റ്റീവ്. ഇനി എന്താ പറഞ്ഞിരിക്കുക?
5% ഡിഫക്റ്റീവ് ആണ് ആരുണ്ടാക്കുന്നത്? എ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലേ വരുന്നത്? എന്താ 5% എന്ന് പറയുന്നത്? എന്താ എ ഉണ്ടാക്കുന്നതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്, എ ഉണ്ടാക്കുന്നതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള. അപ്പോൾ എ ഉണ്ടാക്കുന്നതിൽ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം ആരാ സംഭവിക്കുക? എ ഉണ്ടാക്കി അതിൽ ഡിഫക്റ്റീവ്, അതായത് പി ഓഫ് ഡി ഗിവൺ എ ആണ് ഇത്. അതെത്രയാ? 5% അല്ലേ? അതുപോലെ തന്നെ അടുത്തത് 4% എന്താ? ബി ഉണ്ടാക്കുന്നതിൽ ഡിഫക്റ്റീവ്, ദാറ്റ് ഈസ് പി ഓഫ് ഡി ഗിവൺ ബി, ദാറ്റ് ഈസ് 4%. ഇനി അടുത്തത് പി ഓഫ് സി ഉണ്ടാക്കുന്നതിൽ ഡിഫക്റ്റീവ്, പി ഓഫ് ഡി ഗിവൺ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2%. അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇനി ഒരു ബോൾട്ട് ഡ്രോ ചെയ്തു, അത് എന്താണ്? ഡിഫക്റ്റീവ് ആണ് എന്ന് തെളിഞ്ഞു. അപ്പോൾ ഡിഫക്റ്റീവ് ആണ് എന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡിഫക്റ്റീവ് ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ ബി. ഡിഫക്റ്റീവ് ആണ്, അത് ബി ഉണ്ടാക്കിയതാണ്, ദാറ്റ് ഈസ് ബി ഗിവൺ ഡി. അപ്പോൾ ബി ഗിവൺ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ബി ഗിവൺ ഡി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ബൈ ബേസ് തിയറം നമുക്കറിയാം എന്താ? പി ഓഫ് ബി ഗിവൺ ഡി ഈസ് ഈക്വൽ ടു പി ഓഫ് d given b into p of b divided by p of d given a into p of a plus p of d given a into p of b plus p of d given a into p of c. ഇതല്ലേ നമ്മുടെ ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇത് എങ്ങനെയാണ് വന്നതെന്നെല്ലാം നമുക്കറിയാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം, ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെയെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അറിയാം അല്ലേ? ഇക്വേഷൻ നേരെ ഡയറക്റ്റ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതേണ്ടേ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്, ഇക്വേഷനകത്ത് വരേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് മതി? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാധനം കൃത്യമായിട്ടൊന്ന് എടുത്തെഴുതാൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതേണ്ട ഇക്വേഷനിലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ മുൻപിലുള്ള സ്ലൈഡിലുണ്ട്, അത് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് LPP അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു പ്രോബ്ലം ചെയ്യാൻ പഠിച്ചാൽ മതി മക്കളെ. എല്ലാ സൈസും എല്ലാ സാധനവും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കാൻ പറ്റും അല്ലേ? ഒറ്റ പ്രോബ്ലം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടേ, നിങ്ങൾക്ക് അൺബൗണ്ടഡ് ആയിട്ട് മിക്കവാറും എക്സാമിന് ചോദിക്കാറില്ല, ബൗണ്ടഡ് ആയിട്ടുള്ള കേസുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ നോക്കാം. സോൾവ് ദി ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി. എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സാധനം LPP സോൾവ് ചെയ്യുന്ന ഗ്രാഫിക്കലിയാണ്. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നോക്കാം. സോൾവ് ദി ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി. മാക്സിമൈസ്. അപ്പോൾ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. z ഈസ് ഈക്വൽ ടു 3h പ്ലസ് z ഈസ് ഈക്വൽ ടു 3h പ്ലസ് 2y ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താ? നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണ പോയിന്റ്സ് വേണം. അതിനാര് വേണം? കൺസ്ട്രെയിൻസ് തന്നേക്കുന്ന എടുത്തെഴുതണം. എടുത്തെഴുതുമ്പോൾ ഇന്നിക്വാളിറ്റി വേണ്ട, ഇക്വേഷൻ മാത്രം മതി അല്ലേ? ഇന്നിക്വാളിറ്റി വേണ്ട, ഇക്വേഷൻ മാത്രം മതി. നമുക്കിതിൽ നിന്ന് പോയിന്റ്സ് കണ്ടുപിടിക്കാം. എന്താണ്? എച്ച് വൈക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. എച്ച് 0 ആണ് എങ്കിൽ, എച്ച് 0 ആണെങ്കിൽ y എന്തായിരിക്കും? എച്ച് 0 ആണെങ്കിൽ 2y ഈസ് ഈക്വൽ ടു 10, y ഈസ് ഈക്വൽ ടു 5 ആണ്. ഇനി y 0 ആണെങ്കിൽ എന്താ? h ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി. ഒന്ന് 0,5ഉം അടുത്തത് 10,0യും. അപ്പം നമ്മളിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വേണ്ടേ, ഇത് 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇപ്പോൾ ഇപ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത കൺസ്ട്രെയിൻ ആണ് നമ്മുടെ അടുത്ത കൺസ്ട്രെയിൻ ആണ് എന്താ? തന്നിരിക്കുന്നതാണ്. 3h പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റി ഈക്വൽ ടു 15 എന്നാക്കി. അപ്പോൾ നമ്മുടെ അവിടെയുള്ള വാല്യൂസ് എച്ചിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. എച്ച് വൈ. ഇപ്പോൾ എച്ച് 0 ആണെങ്കിൽ വൈ എത്രയാണ് മക്കളെ? 15. y 0 ആണെങ്കിൽ എച്ച് 3h ഇസ് ഈക്വൽ ടു 15, h ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ഇവിടെയും കിട്ടി. എന്താ? 0,15 ഉണ്ട്, അതുപോലെ 5,0 ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ നിന്ന് നമുക്ക് 15 വരെ വരണം അല്ലേ? 11, 12, 13, 14, സോറി കാണത്തില്ല അല്ലേ? നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് ഉള്ളതെങ്കിൽ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 5 ഉണ്ട്, 10, 0 ഉണ്ട്. അപ്പോൾ 0, 5 എന്ന് പറയുന്നത് h 0 ആണ്, y
5 ആണ്. x0യും y5 എടുത്തു കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. x0 y5 എടുത്താൽ വേണ്ട ഈ പോയിന്റ് വരും. ഇനി അടുത്തത് അതിൻ്റെ തന്നെ പെയറായിട്ടുള്ള പോയിന്റ് ഏതാ? x10ഉം y0യും. x10 y0 വേണ്ട ഈ പോയിന്റാണ്. അത് രണ്ടും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് ഏതൊക്കെയാ? 0 15 ആൻഡ് 50. 0 15 എന്ന് പറഞ്ഞാൽ അതേണ്ട കുറച്ച് പോയിന്റ്സും കൂടി വരും. 1 2 3 4 5 അല്ലേ? ഇത് 15 ആണ് എങ്കിൽ 0 15ഉം 50. 0 15 വേണ്ട ഇതാണ്, 50 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ വേണ്ട ഇങ്ങനെ വരും അല്ലേ? ഇനി എന്താ? ഇനി നമ്മൾ ഇനിക്വാളിറ്റി നോക്കുക. ഇനിക്വാളിറ്റി നോക്കി ഇത് ഫസ്റ്റിലത്തേത് ലെസ്താനാണ്, അടുത്തതും ലെസ്താനാണ്. അപ്പോൾ രണ്ടും എങ്ങോട്ടാ? താഴേക്കാണ്. രണ്ടിൻ്റെയും ഇക്വേഷൻ നമ്മുടെ ഗ്രാഫിൽ വരുന്നത് വേണ്ട ഇങ്ങോട്ടാണ്. ഇതിൻ്റെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ്, ഇതിൻ്റെയും ഈ സൈഡിലേക്കാണ്. രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ വേണ്ട ഇതാണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഇതാണ്. ഇതിൽ ഈ പോയിന്റ് 0 0 ആണ്, ഈ പോയിന്റ് 5 0 ആണ്, അതുപോലെ തന്നെ ഈ പോയിന്റ് 0 5 ആണ്. ഈ പോയിന്റ് നമുക്കറിയില്ല. ആ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? ഇക്വേഷൻ സോൾവ് ചെയ്താണ്. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. എന്താ? എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 10. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഇത് അടുത്തത് എന്താ? 3x പ്ലസ് y ഈക്വൽ ടു 15. ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും കോഎഫിഷ്യൻസ് സെയിം ആക്കാൻ പറ്റുമോ നോക്കാം. ഏതാ കോഎഫിഷ്യൻ്റാണ് സെയിം ആക്കാൻ പറ്റുക? വേണ്ട ഈ ഇക്വേഷൻ 2നെ 2 വെച്ച് ഗുണിച്ചാൽ വൈയുടെ കോഎഫിഷ്യൻ്റ് സെയിം ആകും. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 2 ഇൻറ്റു 2 മൈനസ് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1 ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 30 വരും. മൈനസ് എന്താ? എച്ച് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 10 അല്ലേ? എച്ച് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 10. ഇത് മൈനസ് ചെയ്താൽ എന്ത് വരും? 5h ഈസ് ഈക്വൽ ടു ഇത് 0 ആവും. 5h ഈസ് ഈക്വൽ ടു 20. h ഈസ് ഈക്വൽ ടു 4. അപ്പോൾ h 4 ആണ്. ഇനി h 4 ആണെങ്കിൽ വേണ്ട ഈ ഇക്വേഷൻ്റെ അകത്ത് h ന് 4 ഇട്ട് കൊടുത്താൽ എന്ത് വരും? h ഈസ് ഈക്വൽ ടു 4. അപ്പം 2y ഈസ് ഈക്വൽ ടു 6 അല്ലേ? 2y ഈസ് ഈക്വൽ ടു 6, y ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 4 3 എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും നമ്മുടെ കൺസ്ട്രെയിൻസും കൂടി അടങ്ങുന്ന കോളം വരയ്ക്കുന്നു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും. അപ്പോൾ ഇത് കോർണർ പോയിൻറ്റ്സ് ആണ്. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. z ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 3h പ്ലസ് 2y. 3h പ്ലസ് 2y. അപ്പോൾ കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 0 0 ഉണ്ട്, 0,5 ഉണ്ട്, 5,0 ഉണ്ട്, 4,3 ഉണ്ട് അല്ലേ? അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസിൽ നമ്മൾ കൺസ്ട്രെയിൻറ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 0 ആണ്. 3 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 5 10 ആണ്. 3 ഇൻറ്റു 5 15 പ്ലസ് 2 ഇൻറ്റു 0 15 തന്നെയാണ്. ഇനി 4 ഇൻറ്റു 3 12 ആണ്. 2 ഇൻറ്റു 3 6 ആണ്. 12 പ്ലസ് 6 18 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാക്സിമൈസ് എന്നാണ്. അപ്പോൾ മാക്സിമം വാല്യൂ വരുന്നത് എന്താ? മാക്സിമം വാല്യൂ 18 ആണ്. സോ നമുക്ക് ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാം? മാക്സിമം ഈസ് 18 അറ്റ് 4,3 എന്ന് പറയുന്ന പോയിന്റിലാണ് അല്ലേ? അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും ലാസ്റ്റ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും LPPക്ക് അകത്തു നിന്നുള്ള ചോദ്യമായിട്ടായിരിക്കും. അപ്പോൾ മാക്സിമോ മിനിമോ കണ്ടുപിടിക്കുക. മാക്സിമം ഈസ് ദിസ് അറ്റ്